നാണൊക്കെ എന്തിനാ, അതിന്റെ ആവശ്യമൊന്നുമില്ല. പബ്ലിക്കില് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം എല്ലാം. 100 ആണ് വരുന്നത്. ഇതെങ്ങനെ റേറ്റ്? ഇത് വലുതായി വരൂല്ലേ? എന്നിട്ട് ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് കുറച്ച് പർച്ചേസിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് ഗോകുലം മാളിലേക്ക് പോയതായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വ്ളോഗ് എടുക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ തട്ടിക്കൂട്ടി ഒരു വ്ളോഗ് എടുത്തതാണ്. ചെന്നപാടെ നല്ല വിശപ്പുള്ളതുകൊണ്ട് നമ്മൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് കയറി. എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മളവിടെ ഫുഡ് കോർട്ടിൽ പോയിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ ഇന്ന് കുറേ കാലത്തിന് ശേഷം പുറത്തേക്ക് വന്നിട്ടുണ്ട്. വലിയ ഐഡിയ ഒന്നുമില്ല എന്താ ചെയ്യാന്നുള്ളത്. ഫുഡ് ഓർഡർ ചെയ്തിട്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ കൺഫ്യൂഷൻ എന്ത് വാങ്ങണം ഒരു ഐഡിയ ഇല്ല. ഞാൻ വെറുതെ വന്നതല്ലേ These days I don't worry about much. I think we should have some more fun. If you find the one, you should never give her up. I think it's the way life changes when in love, yeah. എല്ലാം ഇല്ല ഇല്ല ഫുഡ് മാത്രം. മുഖം കാണിക്കാനേ മടിയുള്ളൂ, കൈ കാണിക്കാൻ മടിയില്ല. വേണം പബ്ലിക്കില് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം എല്ലാം. മേടിക്കാൻ വേണ്ടിട്ട് ഇതായി വരൂല്ലേ? എന്നിട്ട് ഇങ്ങനെ ഇതെത്ര 100 ആണ് വരുന്നത്. ഇതെങ്ങനെ റേറ്റ് വരിക? അങ്ങനെ വലുതായ സെയിലില്ല. കൊള്ളാലോ. Found the one, you should never give her up. I think it's the way life changes when in love, yeah. I surround my soul with the positivity. That's why I don't. നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന സാധനം ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ താഴത്ത് ഞാനൊരു ലാമ്പ്, ഒരു ക്യാൻഡിൽ ഹോൾഡർ വെച്ചതാണ്. അപ്പോൾ ഒരു സൈഡും കൂടെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം മേടിച്ചത്. വരുന്ന സമയത്ത് മണ്ണൊക്കെ ഇളകി കവറിലായിരുന്നു കേട്ടോ. ഒക്കെ ഞാൻ ഫിക്സ് ചെയ്തിട്ട് ഇതാ അവിടെ കൊണ്ടുപോയി കയറ്റി വെച്ചിട്ടുണ്ട്. എത്ര ദിവസം നിൽക്കുന്നോ എങ്ങനെ വാടിപ്പോവോ അതൊന്നും ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഇൻഡോർ പ്ലാന്റ്സ് ട്രൈ ചെയ്ത് നോക്കുന്നത്. നോക്കാം ഇത് വളരുമോ അല്ലെങ്കിൽ ഇവിടെ പിടിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം ഗൈസ്. അങ്ങനെ പർച്ചേസൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നിരിക്കുമ്പോഴാണ് എൻ്റെ സിസ്റ്റർ വിളിച്ചത്. അവിടെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ പോയി അവിടുന്ന് ചായ എല്ലാം കുടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ് നേരെ വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങി. അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.